ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട നമുക്ക് കോപ്പറേഷൻ തന്നെ പഠിക്കാനുള്ള ഫോറിൻ കോപ്പറേഷൻ പഠിക്കാനുണ്ട്, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ പഠിക്കാനുണ്ട്, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കേരള. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലേ, ഏകദേശം 15 മാർക്കാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കാറുള്ളത്. കോപ്പറേഷന്റെ പാത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 15 മാർക്കാണ്. നമ്മൾ ഈ 15 മാർക്ക് ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല കേട്ടോ. കാരണം വളരെ പ്രധാനപ്പെട്ടാണ്, നമുക്ക് പഠിച്ചെടുക്കും. നമ്മൾ ആ സിലബസ് കണ്ടവർക്ക് അത് പ്രോപ്പറായിട്ട് അറിയാം. കാരണം പ്രോപ്പറായിട്ട് സിലബസിൽ പറയുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ നമ്മുടെ സിലബസിൽ ഫോറിൻ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിനെ കുറിച്ച് അറിയത്തില്ലാത്ത ആരും സഹകരണ പരീക്ഷയ്ക്ക് പോകണ്ട. CSEB എക്സാമിൽ നിന്നും എന്താണ് ഇംഗ്ലണ്ടിനെ കുറിച്ച് അറിയത്തില്ലാത്തവർ അത് എഴുതണ്ടെന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ ബർത്ത് പ്ലേസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല, നമുക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്ന് ഓർത്തു വെക്കുക. ആദ്യത്തെ വിശേഷണമാണ് അല്ലെ, എന്താണ് ആ സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മദേശം, സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മദേശം എന്ന് ഓർത്തു വെക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മദേശമാണ്, അതായത് ബർത്ത് പ്ലേസ്. കാരണം ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് രൂപീകരിച്ചത് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഫോം ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. അപ്പൊ അതിന് കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഈവിൾ എഫക്ട് കാരണമാണ് സഹകരണം എന്നൊരു ഐഡിയോളജി രൂപീകൃതമായത്. അതായത് ജനങ്ങളെ ഒരുപാട് ചൂഷണങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് പണിയിപ്പിച്ചു, പൈസ ഒന്നും കൊടുക്കുന്നില്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതിന്റെ ആ ഒരു ഈവിൾ എഫക്ട് അല്ലെങ്കിൽ ബാഡ് എഫക്ട് കൊണ്ടാണ് ഈ സഹകരണ പ്രസ്ഥാനം അല്ലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നൊരു ഐഡിയോളജി രൂപീകൃതമായത്. അത് ഇംഗ്ലണ്ടിനാണ് രൂപീകൃതമായത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുക, ഇംഗ്ലണ്ട് ഈസ് ദി ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ആ മക്കളെ ഇത് പഠിച്ചു വേണം കേട്ടോ. ഇതൊക്കെ PYQs ആണ്. ഡാഷ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്തൊക്കെ ഇംഗ്ലണ്ട് ഈസ് ദി ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. രണ്ടാമത് പറയുന്നുണ്ട് ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ക്രാഡിൽ, സഹകരണ പ്രസ്ഥാനത്തിന്റെ ക്രാഡിൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ഓർത്ത് വെച്ചുക. ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. ഇനിയിപ്പോ നമുക്ക് ചിലർക്ക് ഓർക്കാം, സാറേ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അങ്ങനെ നമ്മൾ ഒരുപാട് അത് അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. അതാരെയാണ്? അത് ജർമ്മനിയാണ്. എന്താണ് ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ്? ക്രെഡിറ്റ് എന്ന വാക്ക് വരുമ്പോഴേ ജർമ്മനിയിലേക്ക് നമ്മൾ ഓർത്തോണം. അടുത്ത ക്ലാസ്സിലൊക്കെ ജർമ്മനിയെ കുറിച്ച് പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് വളരെ വിശദമായിട്ട് പറയാം. ഇപ്പൊ ജസ്റ്റ് ഓർത്ത് വെച്ചിട്ട് ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നതും ഇംഗ്ലണ്ടാണ്. പിന്നെ നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ്. അതായത് സഹകരണവുമായി ബന്ധപ്പെട്ട ആദ്യമായിട്ട് നിയമം രൂപീകരിച്ച രാജ്യം ഏതാണ്? സഹകരണവുമായി ബന്ധപ്പെട്ടതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, സഹകരണവുമായി ബന്ധപ്പെട്ട നിയമം കൊണ്ടുവന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കുക. അതായത് ആദ്യമായിട്ട് സഹകരണവുമായി ബന്ധപ്പെട്ട അല്ല കോപ്പറേറ്റീവ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ആദ്യമായി വന്ന നിയമത്തിന്റെ പേരാണ് ഇൻഡസ്ട്രിയൽ പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1852. എന്താണ് ഞാൻ പറഞ്ഞത്? ഇത് ഇൻഡസ്ട്രിയൽ പ്രോവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1852. 1852 ഇൻഡസ്ട്രിയൽ പ്രോവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ആണ് ലോകത്തിലെ ആദ്യത്തെ സഹകരണ നിയമം. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് അല്ല. കാരണം ഇതിനു മുൻപ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ആണ് നിലനിന്നിരുന്നത്. പക്ഷേ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ അല്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് ഇൻഡസ്ട്രിയൽ പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1852 ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ്. ഈ നിയമം എന്തിനാണ് പാസ്സാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോക്ക്ഡെയിൽ പൈനേഴ്സിന് ലീഗൽ പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ റോക്ക്ഡെയിൽസിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അവിടെ പഠിക്കാം. ഇപ്പൊ ഓർത്ത് വെക്കുക, 1852 ഇൻഡസ്ട്രിയൽ പ്രോവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ആണ് ലോകത്തിലെ ആദ്യത്തെ സഹകരണവുമായി ബന്ധപ്പെട്ട നിയമം എന്ന് ഓർത്ത് വെച്ചേക്കുക. അത് പാസ്സാക്കിയത് ഇംഗ്ലണ്ടിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ ഈ 1852 കൂടെ 1862 കൂടെ പഠിച്ചു കിടക്കും കേട്ടോ. ഇൻഡസ്ട്രിയൽ പ്രോവിഡന്റ് സൊസൈറ്റീസ് ആക്ട് 1852 പഠിക്കുമ്പോഴേ അതിന്റെ കൂടെ ഈ 1862 ഓർക്കണം. കാരണം ഒരുപാട് അമെന്റ്മെന്റ് വന്ന ഒരു വർഷമാണ് കേട്ടോ. ഒരു തവണ പരീക്ഷയ്ക്ക് 1862 ചോദിച്ചത്. അത് ഓർത്ത് വെച്ചേക്കുക. ഇഷ്ടം ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് മനസ്സിലാക്കാം മെക്ക ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷന്റെ മെക്ക എന്നറിയപ്പെടുന്നത് എന്താണ്? ആ മെക്ക ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഇംഗ്ലണ്ട്, മെക്ക. ഇനി മദീന
ചോദിക്കാം. മെക്കയുണ്ട്, മദീനയുണ്ട് അല്ലേ. മദീന എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ് കേട്ടോ. ജർമ്മനിയുമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ചിലപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ടാണ് പറയുക മെക്ക ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്, മദീന ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടും ജർമ്മനിയും. നമ്മൾ ജർമ്മനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റും കടപ്പെട്ടുള്ളത് ജർമ്മനിയോടാണ്. അതൊക്കെ വിശദമായിട്ട് പഠിപ്പിച്ചു തരാം. ഇപ്പൊ ഇവിടെ ഉള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്, കറാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്, പിന്നെ ലോകത്തിലെ ആദ്യത്തെ സഹകരണവുമായി ബന്ധപ്പെട്ട നിയമം ഇൻഡസ്ട്രിയൽ പ്രോവിഡന്റ് സൊസൈറ്റീസ് ആക്ട്, അത് ഇംഗ്ലണ്ടിലാണ് രൂപീകരിച്ചത്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ് എന്ത് ചെയ്തത്, ആ നിയമം പാസ്സാക്കിയത്. പിന്നെ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തതും ഇംഗ്ലണ്ടിലാണ്. ഫ്രണ്ട്ലി സൊസൈറ്റി പഠിക്കാനുണ്ട്, വിശദമായിട്ട് പഠിപ്പിക്കാം. അതിനൊരു ക്ലാസ് തരും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഫ്രണ്ട്ലി സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. പിന്നെ നമ്മൾ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ മാത്രമല്ല പല കാര്യങ്ങളുടെയും ബർത്ത് പ്ലേസ് ആയിട്ട് ഇംഗ്ലണ്ടിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, നോക്കാം. ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, സ്റ്റോർ മൂവ്മെന്റ് അല്ലെ, ഇതിന്റെയൊക്കെ ബർത്ത് പ്ലേസും ഏതാണ്? ഇംഗ്ലണ്ട് തന്നെയാണ്. ഇതിന്റെയൊക്കെയാണ് ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, സ്റ്റോർ മൂവ്മെന്റ്, ഇതിന്റെ എല്ലാം ബർത്ത് പ്ലേസും ഇംഗ്ലണ്ട് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ഹൗസിംഗ്, സ്റ്റോർ. ഇപ്പൊ നോക്കിയേ, ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്, ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്, ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ദ വേൾഡ്, ബർത്ത് പ്ലേസ് ഓഫ് സ്റ്റോർ മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ഇതെല്ലാം ആര് തന്നെയാണ്? ഇംഗ്ലണ്ടാണ്. ആ രാജ്യത്തിന്റെ വിശേഷണമാണ്. അവിടെ നമ്മൾ ഓർക്കണം, ACCA എന്താണ്? അഗ്രികൾച്ചറൽ സെൻട്രൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ ഇസ് ദി ഫെഡറേഷൻ ഓഫ് അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ ഫെഡറേഷൻ അറിയപ്പെടുന്നതാണ് അഗ്രികൾച്ചറൽ സെൻട്രൽ കോഓപ്പറേറ്റീവ് അസോസിയേഷൻ അഥവാ ACCA എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് പറഞ്ഞത്? അഗ്രികൾച്ചറൽ സെൻട്രൽ കോഓപ്പറേറ്റീവ് അസോസിയേഷൻ is the Federation of Agricultural Societies in England. ഇപ്പൊ ഇംഗ്ലണ്ടിലെ അഗ്രികൾച്ചറൽ സൊസൈറ്റീസിന്റെ ഫെഡറേഷൻ ആണ് അഗ്രികൾച്ചറൽ സെൻട്രൽ കോഓപ്പറേറ്റീവ് അസോസിയേഷൻ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ ചോദിക്കാം, അത്ര ഉറപ്പൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ്സിന്റെ അത്രയും പ്രാധാന്യം ഇതിനില്ല. പക്ഷെ അടുത്ത പോയിന്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് സ്റ്റാർട്ടഡ് ബൈ മോട്ടിവേറ്റഡ് പീപ്പിൾ. അല്ലെങ്കിൽ ലോകത്ത് സഹകരണം ഒരു പീപ്പിൾസ് മൂവ്മെന്റ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചത് എങ്ങനെയാണ്? ബൈ മോട്ടിവേറ്റഡ് പീപ്പിൾ. അതായത് ജനങ്ങൾ സ്വമേധയാ മുൻപോട്ട് വന്ന് രൂപീകരിച്ചൊരു പ്രസ്ഥാനമായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യയെ നോക്കുമ്പോൾ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഗവൺമെന്റ് പോളിസിയാണ്. ഓക്കെ, എന്താണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ്? ഗവൺമെന്റ് പോളിസി. ഗവൺമെന്റ് ആണ് മുൻകൈ എടുത്തത് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി. എന്നാൽ ലോകത്ത്, ഇൻ ദ വേൾഡ്, ലോകത്തിൽ എന്താണ്? അത് പീപ്പിൾസ് മൂവ്മെന്റ് എന്നാ പറയുക. ജനങ്ങള് സ്വമേധയാ അല്ലെ, കാരണം ഈ പട്ടിണിയും പരിവട്ടവും ചൂഷണം അതിനെയൊക്കെ നേരിടാൻ വേണ്ടി ജനങ്ങൾ സ്വമേധയാ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം ലോകത്ത്, ഇൻ ദ വേൾഡ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈ സ്റ്റാർട്ടഡ് ബൈ മോട്ടിവേറ്റഡ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ ഇതൊരു പീപ്പിൾസ് മൂവ്മെന്റ് എന്ന് ഓർത്ത് പോകുക കേട്ടോ. പീപ്പിൾസ് മൂവ്മെന്റ് എന്ന് പഠിച്ചേക്കുക. ഓർക്കുക, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് സ്റ്റാർട്ടഡ് ബൈ മോട്ടിവേറ്റഡ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് വിശേഷിപ്പിക്കും? പീപ്പിൾസ് മൂവ്മെന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെയുണ്ട് ഹോളിയോക്ക്. ഹോളിയോക്ക് അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സഹകാരിയാണ്. നമുക്ക് അദ്ദേഹത്തെ കുറിച്ചും പഠിക്കാനുണ്ട്. ഇപ്പൊ നോക്കാം, ഹോളിയോക്ക് ഹൗസ് ഈസ് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട്. ഇപ്പൊ ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് യൂണിയനുകളുടെ ഹെഡ് ക്വാർട്ടർ ഏതാന്ന് ചോദിച്ചാൽ അത് ഹോളിയോക്ക് ഹൗസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ? ഹോളിയോക്ക് ഹൗസ് ഈസ് ദി ഹെഡ് ക്വാർട്ടർ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട് കേട്ടോ. അവിടെ പഠിച്ചോണേ, ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ജോർജ് ജേക്കബ് ഹോളിയോക്കിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഓർത്ത് വെക്കുക, ഹോളിയോക്ക് ഹൗസ് ഈസ് ദി ഹെഡ് ക്വാർട്ടർ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് മക്കളെ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ച് വെക്കുക. അപ്പൊ ഈ സ്ലൈഡിൽ ഞാൻ തന്നിട്ടുള്ള ഒരു പോയിന്റ്സ് നിങ്ങൾ വിട്ടുകളയരുത്. ക്ലിയർ? ഈ സൈഡിലെ ഒറ്റ പോയിന്റും വിട്ടുകളയില്ല. ഇതെല്ലാം ഒന്ന് പഠിച്ചേക്കുക. ഒരു പരിധി വരെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുമായിരിക്കും അല്ലേ, എല്ലാവരും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഇപ്പൊ എന്താണ് പഠിച്ചത്? ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്, പിന്നെ ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നു. ഇൻഡസ്ട്രിയൽ പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് 1852 അല്ലെ, 1852 ഇൻഡസ്ട്രിയൽ പ്രൊവിഡന്റ് സൊസൈറ്റീസ് അത് ഇംഗ്ലണ്ടിലാണ് പാസ്സാക്കിയത്. അപ്പോൾ അതിന്റെ വിശേഷണം എന്താണ്? ആ ആക്ട് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ്, ലോകത്ത് ആദ്യമായിട്ട് സഹകരണവുമായി നിർമ്മിച്ച നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് ഇൻഡസ്ട്രിയൽ പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് 1852 ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കേണ്ട ഒരു വർഷമാണ് 1862. ഒരു തവണ 1862 എന്നാണ് ചോദ്യം വന്നത്. ക്ലിയർ? പിന്നെയാണ് മെക്ക ഓഫ് കോപ്പറേഷൻ എന്ന് നമ്മൾ ഇംഗ്ലണ്ടിനെ വിശേഷിപ്പിക്കുന്നു. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്.
പിന്നെ ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, സ്റ്റോർ മൂവ്മെന്റ്, ഇതിൻ്റെയൊക്കെ ബർത്ത് പ്ലേസ് ആയിട്ട് നമ്മൾ ഇംഗ്ലണ്ടിൽ എന്താണ് കണക്കാക്കുന്നു അല്ലെ വിശേഷിപ്പിക്കുന്നു. പിന്നെ ആ പേര് ACCA, അഗ്രികൾച്ചറൽ സെൻട്രൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ, എന്താണ് അത് ഇംഗ്ലണ്ടിലെ അഗ്രികൾച്ചറൽ സൊസൈറ്റീസിന്റെ ഒരു ഫെഡറേഷനാണ്. പിന്നെ ഓർത്ത് വെക്കുക, ലോകത്ത് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണല്ലോ ഇത് രൂപീകരിച്ചത്. എങ്ങനെയാണ് രൂപീകരിച്ചത്? അവിടുത്തെ ജനങ്ങൾ സ്വമേധയാ മുൻപോട്ട് ബൈ മോട്ടിവേറ്റഡ് പീപ്പിൾ, ജനങ്ങൾ സ്വമേധയാ മുൻപോട്ട് ഇറങ്ങി വന്ന് രൂപീകരിച്ചൊരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ജനങ്ങളല്ല മുൻകൈ എടുത്ത് പോയത്, അത് ഗവൺമെന്റ് പോളിസിയാണ്. വിശദമായിട്ട് പഠിക്കാം, ചരിത്രം പഠിക്കാനുണ്ട്. പിന്നെ ഓർത്ത് വെക്കുക, ഹോളിയോ ഹൗസ് ഈസ് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട്. അപ്പം ഈ ഒരു സ്ലൈഡിലെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? നമുക്ക് അടുത്ത ഒറ്റ സ്ലൈഡിൽ പഠിക്കാം, വളരെ പ്രധാനപ്പെട്ടതാണ്. ടേംസ് ആണ്. അപ്പൊ ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോപ്പറേറ്റീവ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ്. ഇതിന്റെ വർഷം ഒന്നും പഠിക്കേണ്ട കേട്ടോ, വർഷങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ അതൊക്കെ ഒഴിവാക്കിയതാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ ടേം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ആദ്യം പറയുന്നത്? കോപ്പറേറ്റീവ് പാർട്ടി, രണ്ടാമത്തെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, ഫ്രണ്ട്ലി സൊസൈറ്റീസ്, കോൺ ലോസ്, വിമൻ ഗിൽഡ് അല്ലെങ്കിൽ വിമൻസ് ഗിൽഡ് എന്ന് ചിലർക്ക് പഠിക്കാനുണ്ട്, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ, പിന്നെ അപ്ക്യൂൾ, അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് യൂണിയൻ ലിമിറ്റഡ്. ഈ ടേംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കോപ്പറേറ്റീവ് പാർട്ടി, ആ പാർട്ടി ഇംഗ്ലണ്ടിലാണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, ഫ്രണ്ട്ലി സൊസൈറ്റീസ്, കോൺ ലോസ്, ആ നിയമമൊക്കെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, എന്താണെന്നും പഠിക്കേണ്ട കാര്യമില്ല. വിമൻസ് ഗിൽഡ്, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ, പിന്നെ അപ്ക്യൂൾ. ഈ അപ്ക്യൂൾ അങ്ങനെ കേട്ട് പരിചിതമായിരിക്കില്ല ചിലർ അല്ലെ, ചിലർ കേട്ടിട്ടുണ്ടാവാം, ചിലർ അത്ര പരിചിതമായിട്ടില്ല. അപ്ക്യൂൾ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് യൂണിയൻ ലിമിറ്റഡ് എന്ന് ഓർത്ത് വെച്ചു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട് ഉള്ള വിശേഷണങ്ങൾ. ഇത് മക്കളെല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു നമുക്ക് വളരെ ചിട്ടയോടെ പഠിക്കാം. നമ്മൾ ഒരു എന്താ പറയുക, 1-2 മാസം കൊണ്ട് നമുക്കൊരു 5-6 മാസം പിടിക്കും. അതാദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് മിനിമം ഒരു 3-4 മാസമെങ്കിലും വേണം നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്യാൻ. അല്ല ഇപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും പഠിച്ചു തീർക്കാൻ പറ്റില്ല. ഇപ്പം ഈ പഠനത്തോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം അല്ലേ? പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം, പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഷോർട്ട് നോട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് നമ്മളിപ്പം പറയാറില്ലേ. ഈ പഠനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സാം ഒന്ന് ക്രാക്ക് ചെയ്യാൻ വരെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഓടി വന്ന് 1-2 ദിവസം അല്ല 1 മാസം കൊണ്ടൊന്നും നടക്കില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് ചിട്ടയോടെ ഈ സിലബസ്, നിങ്ങൾ ആ പുതിയ സിലബസ് കണ്ടു കാണും, ആ സിലബസ് പ്രകാരം നമുക്കിത് പഠിച്ചെടുക്കണ്ടേ. ഇപ്പോൾ ആക്ട് റൂൾസ് തന്നെ എല്ലാം പഠിക്കാനില്ലേ, കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കോർപ്പറേഷൻ്റെ 15 മാർക്കിന് അവർ വളരെ വൈഡ് സിലബസ് ആണ്. അക്കൗണ്ടൻസിക്കും അത് തന്നെയാണ്. ബാങ്കിങ് ഒക്കെ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഇപ്പം നമുക്കൊരു 5-6 മാസം കൊണ്ട് അല്ലെങ്കിൽ പോയിട്ട് ഒരു 4 മാസം കൊണ്ട് ഞാനിവിടെ ഡെയിലി ക്ലാസ്സസ് ഇട്ട് ഇപ്പം ആദ്യമൊക്കെ ചെറിയ വീഡിയോസാണ് ഇടുക, 10, 20, 25 മിനിറ്റ് വീഡിയോസൊക്കെയാണ് ഇടുക. ഇതിനുശേഷം എല്ലാ ദിവസവും ഞാൻ നോക്കട്ടെ 2-3 വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. എങ്ങനെയെങ്കിലും അതായത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ചെറിയ ബേസിക് വീഡിയോസൊക്കെ ആയിട്ട് പോകാം. അതിനുശേഷം വളരെ വിശദമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കൂ, നമുക്ക് ശരിയാക്കി എടുക്കാനേ, നമുക്ക് പഠിച്ചെടുക്കാം, നമുക്ക് വിജയിക്കാം. അങ്ങോട്ട് ആരും വിഷമിക്കുകയൊന്നും വേണ്ട. പല കുട്ടികളും ഇപ്പോൾ നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മുന്നേ സാറേ ഞങ്ങൾ ആ സിലബസ് കണ്ടപ്പോൾ തന്നെ കിളി പോയി. ഒരു പ്രശ്നമില്ല, നമുക്ക് ആ സിലബസ് ഒക്കെ പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാം. പിന്നെ ഇവിടെ എല്ലാ സബ്ജക്റ്റിനും ക്ലാസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തെ ഇംഗ്ലീഷിൻ്റെയും GK ഒക്കെ ക്ലാസ് വളരെ വിശദമായിട്ട് തന്നെ, വളരെ രസകരമായിട്ട് തന്നെ. GK ഒക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനും സിമ്പിളാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ ആക്ട് റൂൾസ് എടുക്കുന്നതിനേക്കാളൊക്കെ വളരെ സിമ്പിളായിട്ടും നമുക്ക് GK പഠിക്കാൻ പറ്റും, വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിലബസ് ഞാൻ ആ സിലബസ് നോക്കുമ്പോൾ തന്നെ വലിയ സീനായിട്ടുള്ള സിലബസ് ഒന്നുമില്ല. GK എല്ലാം ബേസിക്കാണ്. അപ്പം പഠിക്കാനുള്ള ഒരുപാടുണ്ട് നമ്മൾ നോക്കുമ്പോഴേ. ഇപ്പം അതിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നമ്മൾ UN കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് CSEBക്ക് ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും ഏത് ഏരിയ ആയിരിക്കാം CSEB ചോദിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളൊരിക്കലും ഒരു ഡിഗ്രി ലെവൽ രീതിയിൽ നമ്മൾ PhDയുടെ ഡിഗ്രി ലെവലിലൊന്നും നമ്മൾ നമ്മുടെ GK കാണേണ്ട കാര്യമില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ ക്ലാസ്സസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മറ്റ് ചിലവുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഒരുപാട് കുട്ടികൾ ഓഫ്ലൈനായിട്ടും അല്ലാതെ ഓൺലൈനൊക്കെ ആയിട്ട് പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ പ്രധാനപ്പെട്ടതായിട്ട് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റിൽ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ചാനൽ റൺ ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു ഞാൻ ഡെയിലി ഇവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഓക്കെ, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളല്ല ക്ലാസ്സസ് മനസ്സിലാകുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ അതനുസൃതമായിട്ട് നമ്മൾ ക്ലാസ്സസിൽ എന്താണ് ചേഞ്ചസ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.